ആണോ ഉണ്ടോ പോസ്റ്റൊക്കെ ഇവിടെ കറണ്ട് കാണത്തില്ല. വീടാ അന്ന് രാത്രി സംഭവം ഒന്ന് പറയാമോ? അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ 12 മണിക്ക് ശേഷം ശക്തമായ മഴ എന്ന് മാത്രമല്ല, പിന്നെ പുഴയിലൊക്കെ വെള്ളം കൂടി, പിന്നെ അതിനുശേഷം പിന്നെ കറണ്ട് ഇല്ലാതായി. അപ്പൊ പിന്നെ നമുക്ക് മഴ പെയ്യുന്നതിനുള്ളിൽ നമ്മളെ ഈ ഭാഗത്തുള്ള പുഴ ഇറക്കാതിനെ കൊണ്ട് നമ്മൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും താഴേക്ക് ഒഴുകി പോകുന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായി. പിന്നെ ഒരു 12 മണിക്ക് ശേഷം പിന്നെ ഞങ്ങൾ കടന്നിട്ടില്ല. നമ്മൾ ഇതിന്റെ വീടിന്റെ ടെറസിന്റെ മേലെ കയറിയിട്ട് വീശിക്കാണ് വെള്ളം കൂടുന്നുണ്ടോ എന്നല്ല, കാരണം നമുക്ക് ഇറങ്ങാനും കഴിയില്ല പുറത്തേക്ക്. അതേ ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ 1 മണി 1:30 കൂടിയിട്ട് വലിയൊരു കുത്തൊഴുകി വരുന്ന ഒരു ഭീകര അന്തരീക്ഷമായിട്ട് ഒരു എന്തോ ഒരു പേടിക്കുന്ന സൗണ്ട് ആയിട്ട് കണ്ടു. വലിയൊരു സൗണ്ട്. അപ്പൊ ഞങ്ങൾ ധരിച്ചത് ഇവിടെ 2 പുഴയുണ്ട്. ഒന്ന് മുണ്ടക്കായി എന്ന് വരുന്നൊരു പുഴയും, ഒന്ന് ഇവിടെ ഞങ്ങൾ 8-ാം നമ്പർ എന്ന് പറയും. ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്ത് അങ്ങനെ 2 പുഴയുള്ളത്. അപ്പൊ ഞങ്ങളെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുഴയാണെന്നുള്ള ഞങ്ങളൊരു കാഴ്ചപ്പാട്. പക്ഷെ നമുക്ക് പുറത്ത് ഇറങ്ങി നോക്കാൻ കഴിയില്ല. പിന്നെ അതിലും വലിയൊരു സൗണ്ട് വന്നു. ഒരു 2 മണി കഴിഞ്ഞ ഒരു 3-3:30. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ ഉപ്പമ്മങ്ങളെല്ലാം ഈ പ്രദേശത്തിലെ ആളുകൾ മുഴുവൻ ഫോണിൽ കൂടെ കണക്ട് ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ പിന്നെ ഒരു 100 മീറ്റർ അകലം മലൻ്റെ മേലൊരു വീടുണ്ട്, അവിടെ കൂടി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ വെളുക്കുന്നവരെ 6-6:30 വരെ അവിടെ ഇരുന്ന്, പിന്നെ 6:30-ക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കി ഞങ്ങൾ വീടുകൾ ഇവിടെ ഉണ്ടോ, ആരൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് താഴെ നമ്മളൊരു 50-100 മീറ്ററിൻ്റെ താഴെയുള്ള ആളുകളും അവർ വീടുകളെല്ലാം നശിച്ചതായിട്ട് കാണുന്നത്. രാത്രി രാവിലെ നമുക്ക് പോകാൻ പുരാപ്പൂരി ഇരുട്ടാണ്. പിന്നെ ഞങ്ങള് ഇവിടെ ആനശല്യമുള്ളതാണ്, ആന ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങള് രക്ഷപ്പെട്ടത്. ഇതാണ് നടന്നത്. ഇവിടുന്ന് ഈ റോഡിൽ എന്തുമാത്രം വീട്ടുകാരുണ്ട്? ഇവിടുന്ന് 28 വീടുകളോളം മേലോട്ടുണ്ടല്ലേ. ഇവിടെ സൈറ്റ് ആയതുകൊണ്ട് എന്താക്കില്ല, വെള്ളം ഇങ്ങോട്ട് കയറിയില്ല. 2018 വന്നേ. ഇതിന് 2 പുഴയാ. ഇവിടുന്ന് ഈ ഭാഗമല്ല, താഴെ ഒരു പുഴ മേലെ വരുന്നുണ്ട്, മലയിൽ തന്നെ. ഇതിന്റെ തൊട്ട് താഴെ ഒരു 50 മീറ്റർ മാറിയിട്ട് മുണ്ടക്കായി ഭാഗത്തുനിന്ന് ഒരു പുഴ വരുന്നുണ്ട്. അതാണ് പൊട്ടിയത്. ആ പൊട്ടിയ ഫോഴ്സ് ഇവിടെ ആ സമയത്ത് നല്ല വെള്ളമുണ്ട്. തലേദിവസമൊക്കെ ഇവിടെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. അന്നേ നമ്മൾ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. മാറി താമസിച്ച് എല്ലാ കൊല്ലം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ പൊട്ടൽ എന്തായി, ഫോഴ്സിൽ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഇവിടുന്ന് 100 മീറ്റർ, ഇവിടുന്ന് മാറിയിട്ട് 100 മീറ്റർ അങ്ങോട്ട് മൊത്തം വീട്. അത് വരുന്ന ഫോഴ്സിൽ മേലഭാഗത്തുള്ള മൊത്തം ഇടിഞ്ഞങ്ങ് പോയി. ഭയങ്കര. നിങ്ങൾക്ക് ആഹാരമൊക്കെ ഉണ്ടോ? ഫുഡ് എല്ലാവരും ആണ്. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീട് ഇപ്പോൾ കൽപ്പറ്റയാണ്. ഞാനിവരെ അനിയൻ്റെ മോനാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ അട്ടമില്ല, ഞാൻ പഠിച്ച സ്കൂളാണ്, 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇവര് ഞാൻ അറിഞ്ഞാൽ തന്നെ ഉപ്പാൻ്റെ ഏട്ടനെ അവരൊക്കെ കുറച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു. പിന്നെ കുറേ ക്യാമ്പിലേക്ക് മാറി അവിടുന്ന് വരിക. അപ്പോൾ ഞങ്ങൾ പ്രൂഫൊക്കെ എടുക്കാൻ പറഞ്ഞു, കള്ളന്മാരെ ശല്യം സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് വന്നതാണ്. ശരി. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ അവര് ഞങ്ങളിതുപോലെ ഞങ്ങളിപ്പോൾ 6 വീടാണ് ഇവിടെ. അതുപോലെ തന്നെ അവർ 5 വീട്ടിലാണ് ജ്യേഷ്ഠൻ്റെ മക്കളും മരുമക്കളും കുട്ടികളും ഇരിക്കുന്നത്. അപ്പോൾ അവരെ 20 ആളാണ് 5 വീട്ടിൽ നിന്ന് 5 വീട് തന്നെ ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന, ഞങ്ങൾക്ക് എസ്റ്റേറ്റാണ് എനിക്ക് ജോലി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ഒരു 100-100ഓളം ആളുകൾ അവരും മിസ്സിങ്, അവരെ കാണുന്നില്ല. കുറേ ആളുകളെ കണ്ടു, കുറേ ആളുകൾ മിസ്സിങ് ആണ്, ബോഡി പോലും കണ്ടു കിട്ടിയിട്ടില്ല. ഭീകര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ ആ വർക്ക് സ്ഥലത്തേക്ക് എങ്ങനെ ഇവരില്ലാതെ പോകുന്നുള്ള സംഘത്തിലാണ് നമ്മൾ. ചോരകൾ പോയി, നമ്മൾ ചോര പോലെ തന്നെ അവർ. കാരണം പിന്നെ HML എസ്റ്റേറ്റ് കമ്പനി, തേയില സെൻട്രൽ എസ്റ്റേറ്റ്, അവിടെ നമുക്ക് മുണ്ടക്കാട് ഡിവിഷനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും 7 മണിക്കാണ് ഈ ആളുകളെല്ലാം തടിച്ചുകൂടുന്നൊരു കൺസ്ട്രൽ ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കണ്ടിട്ട് ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കും, എന്തുകൊണ്ട് വന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ നമുക്ക് എന്താക്കി നഷ്ടപ്പെട്ടത്. നമുക്ക് സ്വന്തം കൂടെ നിന്ന ആൾക്കാരെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ വിളിച്ചിട്ട് നമ്മൾ എവിടെയാണ് വരുന്നുണ്ടോ അത്രയും നമ്മൾ പിന്നെ ഒത്തൊരുമയിൽ പോയിരുന്ന ആളുകളാണ്.
അവരെല്ലാം കുടുംബത്തിൽ നിന്നാണ് പോയിക്കുന്നത് അല്ലേ? അഞ്ചാൾ പോയിക്കുന്നത്. അഞ്ചാളും അവർ മാത്രമല്ല, അവരൊരു പെണ്ണന്മാരെ കൊടുത്തതും പെണ്ണെടുത്തത് അങ്ങോട്ട് അങ്ങനെ ഒരു 10-50 കൂടെ അങ്ങനെ തന്നെയാണ് കുടുംബത്തിൽ പോയത്. അപ്പം അങ്ങനെ എടുത്തതും കുടുംബമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധങ്ങൾ കൊടുത്തതൊക്കെ ആയിട്ട്. ഓക്കെ ഓക്കെ. വീടിൻ്റെ അവരെ നമ്മളെ വീട് വലിയൊരു സാമ്പത്തികം കുറഞ്ഞൊരു വീടാണ്. പക്ഷെ അവരതൊക്കെ വലിയ നേരം 30 ലക്ഷം റുപ്യൻ്റെ ഒക്കെ മേലെ വില വരുന്ന വീടുകളാണ്. 30-40 അത്രയും പിന്നെ സേഫായിട്ട് ചെയ്തൊരു വീടാണ്. ഇപ്പോൾ പുതിയ വീട് 2 വർഷം 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ വീടിൻ്റെ തറ പോലും ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ, തറ പോലും ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല എവിടെയാണെന്ന്. അവരെല്ലാം ഉറങ്ങി കിടന്നതാണ്. അവരൊന്നും പകുതി ആളെ കണ്ടില്ല, പകുതി കണ്ടിട്ടുമില്ല. ഞങ്ങൾക്ക് നാട് എന്ന് പറയാനില്ല. ഞങ്ങൾ വല്യപ്പ അല്ലെങ്കിൽ ഇപ്പോൾ സമയത്ത് തന്നെ ഞങ്ങൾ ഈ വയനാട്ടിലേക്ക് വന്ന ആളുകളാണ്. നമുക്ക് ഈ വയനാട് ഈ ഒരു പ്രദേശമല്ലാതെ വേറെ ആരും എവിടെയും ഞങ്ങൾക്കില്ല. ഇല്ല. ഞങ്ങളെ മുമ്പിലുള്ള ഇനി വേറെ വിഷയം എന്താ വെച്ചാൽ ഇവിടെ എന്തായാലും ഞങ്ങൾ കണ്ട് നമുക്ക് താമസിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇനി നമുക്ക് ഈ ഭാഗം വിഷയമല്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് റോഡില്ല, ഇനി കറണ്ട് കണക്ഷൻ സർക്കാർ തരും തോന്നില്ല. കാരണം ഇവിടെ ഇനിയും ഭീകര അന്തരീക്ഷം ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും അടുത്ത താമസത്തിന് ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു ആങ്കലാപ്പിലാണ് ഞങ്ങൾ. നമുക്കിനി പോയിട്ട് നമ്മളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ജീവിതം ഞങ്ങൾ പോകുന്നുള്ള എന്ത് ചെയ്യാണ്. ചേട്ടൻ്റെ പേരെങ്ങനെ? കുഞ്ഞു മുഹമ്മദ്. കുടുംബത്തിലെല്ലാവരും പോയി. മനസ്സിലായി. അത് ഞങ്ങളിപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞ ഇതിൻ്റെ വൈഫിൻ്റെ വാപ്പയാണ്. അപ്പോൾ ഞങ്ങളിവിടെ രേഖകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. കള്ളന്മാരെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇനി വാടക വീടാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മേപ്പാടി ആ ഭാഗത്താണ് ഇപ്പോൾ ഏതാണ്ട് സേഫ് എന്ന് പറയുന്നത്. അവിടെ ഏതായാലും വീടുകൾ കിട്ടാനില്ല. ഞങ്ങളിനിപ്പോൾ പിള്ളേരെയും കൊണ്ട് എവിടെ മാറി സ്കൂളിലോ ക്യാമ്പിലാണ്. കാരണം പിള്ളേർക്ക് ഇനിയിപ്പോൾ പഠിക്കാതിരിക്കാൻ കഴിയില്ല നമ്മളെ കാരണം കൊണ്ട്. ഞങ്ങൾ എവിടെ പോവും, എന്ത് ചെയ്യുന്നുള്ളൊരു വലിയൊരു വിഷമത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏത് സമയത്ത് ഞങ്ങൾക്ക് വീടാവുന്നൊരു ഞങ്ങൾക്ക് ഇവിടെ വാപ്പായിട്ടൊരു 1-2 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങൾ എസ്റ്റേറ്റ് പണി ആകാൻ ഞങ്ങൾക്ക് 480 റുപ്യാണ് ഡെയിലി കൂലി വരുന്നത്. അതെന്താ എന്തായാലും ഒരു കുടുംബം കഴിഞ്ഞു പോകില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫുൾ ടൈം പണി ഉണ്ടാവില്ല. ഒരു 1 മണി 1:30 വരെയൊക്കെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ 1-2 മണിക്കൂർ ഞങ്ങളിവിടെ ചെറിയ കൃഷി, ഏലം, കാപ്പി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ 1-2 മണിക്കൂർ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആണ്ടിലൊരു പൈസ കിട്ടും. വല്ല പെരുന്നാളോ വിശേഷം വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ജീവിച്ചു വരുന്നൊരു കുടുംബമാണ് ഈ പ്രദേശത്ത് മുഴുവൻ. ഇത് ഉൾഗ്രാമമാണല്ലോ, ഗ്രാമപ്രദേശത്ത്. പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഏക കിട്ടിയാൽ തന്നെ സർക്കാരിനെ നമ്മളെ കുറ്റപ്പെടുത്തിനും കാര്യമില്ല. അവരൊരു 5 സെന്റ് സ്ഥലം ഒരു വീട് ഞങ്ങൾക്ക് തരിക. അപ്പോൾ ഞങ്ങൾ ഇനി കുറേ ബാധ്യതകൾ, കുറേ കടം കാര്യങ്ങൾ ലക്ഷക്കണക്കിന് റുപ്യ ഞങ്ങൾക്ക് ബാങ്കിൽ ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ശരീരമല്ലാതെ വേറെ ഒരു ഒന്നുമില്ല ഞങ്ങൾക്ക്. കൃഷിക്കായിട്ടും അല്ലാതെ അങ്ങനെ വീട് പണിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ലോണുകളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു ഫാമിലി മുഴുവൻ പോയി നമുക്ക് വേണ്ടപ്പെട്ട നാട്ടുകാർ നമ്മുടെ ഫാമിലി പോലെ തന്നെ. കാരണം ഈ പ്രദേശത്ത് 200-ന്റെ മേലെ വീടുണ്ട്. 5 സെന്റിനാണ് ഓരോ വീടുകൾ. അപ്പൊ അവരൊക്കെ നമ്മുടെ കുടുംബം പോലെ തന്നെയാണ്. 200 മേലെ വീടുണ്ടായിരുന്നു. പിന്നെ അതിൽ 105ഓളം വീട് തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ ഈ സൈഡിൽ. ഈ ചൂരമല ടൗൺ മുതൽ നിങ്ങൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ വരാം. ഞങ്ങൾ കറക്റ്റ് കണക്കെടുത്താൽ ഇത്. കാരണം കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കണക്കല്ല. പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ വീട് നമ്പർ, വോട്ടർ ഐഡിയ, വോട്ടർ പട്ടിക അതിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് കണക്കുകളാണ്. അപ്പം നമ്മളെ കുടുംബം അല്ലെങ്കിലും ഏതാണ്ട് നമ്മളൊപ്പം നിൽക്കുന്ന ആളുകളാണ്. നമ്മളെ കൂടെ ഇതുപോലെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും കണ്ട് ചിരിച്ചു പോകുന്ന ആളുകളാണ് ഇപ്പോൾ മിസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഒരു ചേച്ചി പറഞ്ഞിരുന്നു, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ഫീലാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും പറഞ്ഞ് സന്തോഷമായിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. ഞങ്ങളൊക്കെ എസ്റ്റേറ്റിൽ പെറ്റ് വളർന്ന ആൾക്കാർ. തലമുറ വാപ്പാൻ്റെ വാപ്പ അങ്ങനെയൊക്കെ വന്നിട്ട് ചാറ്റടി അവർ വെച്ച് അതിൽ പെറ്റ് വളർന്ന് 14 വയസ്സിലാണ് ഞങ്ങൾ എസ്റ്റേറ്റ് പണിക്ക് ജീവിച്ചത്. പട്ടിണി കിടന്നിട്ട് അന്നത്തെ കാര്യത്തിൽ പട്ടിണി കിടന്നിട്ട് ഞങ്ങൾ പോയിട്ട് നമ്മളെ അമ്മമാരൊക്കെ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഉയർച്ചയിലേക്ക് എത്തി. മക്കൾക്കൊക്കെ നേരത്തെ അപേക്ഷിച്ചിട്ട് കുറെ മക്കൾ പഠിച്ച് ജോലിക്കൊക്കെ ആയി. ആ രീതിയിലേക്ക് വരുന്ന സമയത്താണ് ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിൽ ഞങ്ങൾ പട്ടപ്പൂജയായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. പച്ചപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പോയി പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾ എവിടെ പോകുന്നുണ്ട്, വേണം മറ്റുള്ള കല്യാണത്തിന്റെ പരിപാടി. നമ്മളെ മോൾക്ക് കല്യാണമുണ്ട്, പിന്നെ അതിന് ഗോൾഡ് കാര്യങ്ങൾ വാങ്ങണം, ഇപ്രാവശ്യത്തെ ക്രോപ്പും കാര്യങ്ങളും എടുക്കണം. അങ്ങനെയൊക്കെ ഓരോ പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇനിയിപ്പോൾ
എന്ത് ഒന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പോ അതല്ല നമ്മള് കല്യാണത്തിന്റെ മാത്രമല്ല നമ്മളെ ആളുകളൊക്കെ പോയ വലിയ ദുഃഖത്തിലാണ്. നമ്മൾ എങ്ങനെങ്കിലും ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും നമുക്കുണ്ടെങ്കിലും നമ്മള് അതിൽ ജീവിക്കും. പക്ഷെ ഈ ആന മേളിൽ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞു അന്ന് രാത്രി. ആനശല്യം നിരന്തരം പിന്നെ ഉണ്ടാവുന്ന ഒരു ഏരിയ. അപ്പൊ അല്ല ഇതിന് ശേഷം വന്നിട്ടുണ്ടോ? ഇല്ല, അന്ന് ഉരുളുവിട്ടുന്ന സമയത്ത് പിന്നെ ഞങ്ങളെ പോലത്തെ ആളുകൾ ഓടിപ്പോയ സമയത്ത് ആന ഉണ്ടായിരുന്നു. പക്ഷെ ആനി ഇതിന്റെ സൗണ്ട് എല്ലാം കേട്ട് ആന പേടിച്ചു. പക്ഷെ ആനി നമ്മളെ ഉപദ്രവിക്കാതെ ആനി എന്താ സൈലന്റ് ആയത് മാറി നമ്മളെ കൂടെ നിന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നേരത്തെ നമ്മൾ ആനയും പേടിക്കണം, ആനയും നമ്മളെ ദ്രോഹിക്കുമല്ലോ. പക്ഷെ ആനി സൗണ്ട് ആയിരുന്നല്ലേ? ആനയും ഇത് പേടിച്ചു പോയി. ആനക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് മിണ്ടാൻ വയ്യാത്ത തോന്നി. നമ്മളൊക്കെ ജീവികളാണെങ്കിലും ആനക്ക് തോന്നിയിട്ടുണ്ട് എന്തോ വലിയൊരു സംഭവം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആനി നമ്മളെ നേരെ വെളുക്കുന്നവരെ നമ്മളെ കൂടെ അല്ല, പിന്നെ നമ്മളെ നേരെ തൊട്ടടുത്ത് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ഇത് കറക്റ്റ് പറയുന്നുണ്ട്. അവരടുത്ത് 2 ആനി ഒരു കുട്ടി ഇതുപോലെ അവരെ കൂടെ നിൽക്കുന്നുണ്ട്. ആന പേടിച്ച് പകല് കയറി ജനവാസത്തിലുള്ള ആളുകൾ വന്നു. ആന പേടിച്ച് കാട്ടിൽ. അപ്പൊ അവറ്റക്ക് ഇത് അറിയുന്ന പറയുന്നത്, പ്രത്യേക ഒരു ഇത് അറിയുന്ന പറഞ്ഞാൽ അങ്ങനെയാണ് പകൽ മനുഷ്യൻ താമസിക്കുന്നിടത്ത് ആന വന്നു. ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നല്ലേ? എൻ്റെ ദൈവമേ, ഗ്യാസൂരിയുടെ പരുവം നോക്കിയ ദൈവമേ. പൊട്ടി ഇത് ചെയ്തെന്നുള്ളതല്ലേ? ഉണ്ടല്ലേ? കൊടുക്കല്ലേ? ചില പൊട്ടി അറിയത്തില്ല. വേണ്ട പൊട്ടണെങ്കിലും സ്പാർക്ക് പൊട്ടില്ല, മറ്റേ ഹെയർ പോവല്ലേ. കിടക്കുന്ന നോക്കിയേ. എൻ്റെ ദൈവമേ അല്ലേ? ഇവിടാണ് 120 കുടുംബം ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഏരിയയിലായിരുന്നു കൂടുതലും. ഇങ്ങനെ സൈക്കിൾ കിടക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത് ഒരു കുഞ്ഞിൻ്റെ സൈക്കിളുണ്ടോ ദൈവമേ. ടയറൊക്കെ ഒട്ടിഞ്ഞ് പറഞ്ഞ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ ഇപ്പോൾ ഇത്രയും ഭീകരത, അതായത് കല്ലെല്ലാം ഉരുളൻകല്ല് മൊത്തം ഉരുണ്ട് ഇവിടെ വന്ന്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് കയറി ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ഇവിടുന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് വേണം ഈ കല്ല് മൊത്തം അങ്ങോട്ട് താഴോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടിയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഭീതി സൃഷ്ടിക്കുകയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇത് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര്, ഒരുപാട് യുവജനങ്ങളുണ്ട്, എല്ലാവരും കുടുംബങ്ങളുണ്ട്. അത് എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് വാഷ് ഔട്ടായി പോകുന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഭയാനകം. ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇത്രയും വീതിക്ക് ആ മലയുടെ മണ്ടയ്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെ വരെ എന്തുമാത്രം വ്യാപ്തി ഉണ്ടാവും. അത് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു ഈ സൈഡിൽ 100 കുടുംബമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോയിക്കുന്നത്. ഇന്നലെ ചെങ്ങായി പറഞ്ഞു വേരുണ്ടായിരുന്നു. വേര് അതാണ്ട് നിങ്ങൾ പറഞ്ഞ വേര് താഴെ നിൽക്കുന്നു. മരത്തിൻ്റെ വേര് അവിടെ ഉണ്ട്, വേറെ എല്ലാം ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. കണ്ണ് നനയിക്കുന്നതായിട്ടൊരു വലിയ കാര്യമാണ് ഈ കാണുന്നത്. എന്തായാലും മുന്നോട്ട് നമുക്ക് പോവാം. തോന്നുമ്പോ അല്ലേ? ഒന്ന് എന്താ പറഞ്ഞേ, എല്ലാരും നോക്കുമ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ അക്കരെ കയറുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥ. അതിലൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാണാം. ഇവിടാണ് ശരിക്കും വന്ന് പാറക്കെട്ടുകൾ മൊത്തം അടിഞ്ഞിരിക്കുന്നത്. പാറ മൊത്തം വന്ന് അടിഞ്ഞിരിക്കുന്ന മൊത്തം ഇവിടെയാണ്. ഇത്രയും പാറകളാണ്. ഇവിടെ വീടുള്ള 120 കുടുംബത്തോളം ഭൂമിക്കടിയിലായിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു. അതൊക്കെ കിണറാണ്. എന്തായാലും കണ്ട കാഴ്ച ഭീകരവുമായിട്ടുള്ള കാഴ്ചയാണ്. കേരളം കാണാൻ പോകുന്ന അതെ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചില വിഷയങ്ങൾ കാരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താമസിക്കാൻ അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ചങ്ങായി വന്ന് കമൻ്റ് അടിക്കുന്നൊരു പുള്ളിയുണ്ട്. ഞാൻ അങ്കോളയിൽ പോയപ്പോൾ ഒരു ചങ്ങായി, നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്, വന്ന് കമൻ്റ് അടിക്കും.
ആ ചങ്ങായോട് എനിക്കിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളിത് കാണുന്നുണ്ടോ അല്ലേ? കാണണം. നിങ്ങളിത് കാണുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. കാരണം ഒരു വണ്ടി നോക്ക്, ഒരു ആയുഷ്കാലം മൊത്തം അധ്വാനിച്ചുണ്ടാക്കിയത് മൊത്തം നേടി കണ്ടോ, വണ്ടിയായാലും വീടായാലും എല്ലാം ഇപ്പം തറ മാത്രമുണ്ട് മിച്ചം. എല്ലാവരും ഇതെല്ലാം വീടുള്ള സ്ഥലങ്ങളാണ്. ആണാണ് മിച്ചം വെച്ച കുറച്ച് പേര്, 20% പേര് മാത്രമേ ഉള്ളെന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവാനിടയായത്. ഇതൊരു കാണേണ്ട കാര്യം തന്നെയാണ്, കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അതിഭയങ്കരമായ ഭയാനകമായിട്ടുള്ള കാര്യം. പണി നടന്നുകൊണ്ടിരുന്ന വീടാണ്, എല്ലാം ഇപ്പോൾ അവതാളത്തിലായി. നോക്ക് കണ്ടോ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുങ്ങളെല്ലാം പേടിച്ച് കാണും അല്ലേ? ഏ 6 ആണ്. എവിടെടാ വീട്? അറിയാന്നാണ്. ഉണ്ടോ ഈ വണ്ടിയുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കല്ല് വന്നിരുന്നാന്ന് തോന്നല്ലേ? കല്ല് വന്ന് അടിച്ചാൽ തോന്നല്ലേ? എൻ്റെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ആ വീടും അല്ല, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വീടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. റോഡല്ലേ? ആ ഇങ്ങോട്ടല്ലേ? അതേത് വണ്ടിയായിരിക്കും? ഒരു ബുള്ളറ്റ് കിടക്കുന്ന നോക്കിയേ, അതേത് വണ്ടിയായിരിക്കും? ചെറിയ മുള്ളല്ലേ? ബാക്കിയുള്ള ഭാഗങ്ങളാണ് കിടക്കുന്നത് അപ്പുറത്തല്ലേ? ഇനിയിപ്പോൾ ഈ വീട് കൂടി പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഇതായല്ലേ? ഏതോ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇപ്പോൾ മാറ്റി പോയതാണ്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ മാറ്റിയില്ലേ? ഒരു ബുള്ളറ്റ്. ഒരു ബുള്ളറ്റ്, 2 ബുള്ളറ്റ്. അവിടെ താഴെ ഒരു 3 എണ്ണം. അതുകൊണ്ട് ബുള്ളറ്റ്. പൾസർ അല്ലേ? ഇതാണ് അടുത്തൊരു വണ്ടി. അറിയാം. അതെല്ലാം വണ്ടി അതൊക്കെ റോഡ് കൊണ്ട്. എൻ്റെ ദൈവമേ, കാണുമ്പോൾ കേൾക്കുമ്പോൾ ഏതേ വീണ്ടും വന്നിരിക്കുന്നു. നോക്കി ഒരു കല്ലാണ്. ആരോട് പറയാനല്ലേ? അങ്ങനെ അങ്ങോട്ടും കയറാൻ പറ്റുമോ?